നമസ്കാരം. മാധ്യമജാലകത്തിന്റെ 384 എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു അഭിമുഖമാണ്. കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയനുമായി നമ്മുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ നടത്തിയ അഭിമുഖമാണത്. നമുക്കേറെ പ്രിയപ്പെട്ട രണ്ടുപേർ ഒന്നിച്ചിരുന്ന് സംസാരിച്ചത് ഇതുവരെ കണ്ടത് 1 കോടിയിൽ പരം ആളുകളാണ്. വളരെയധികം ചർച്ചയായി കഴിഞ്ഞ ആ അഭിമുഖം ചരിത്രത്തിൽ ഇടം നേടുമെന്നതിൽ സംശയമില്ല. അഭിമുഖത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ കാണാം ഈ ലക്കം മാധ്യമജാലകത്തിലൂടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാനിന്ന് മോഹൻലാൽ എന്ന അഭിനേതാവായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. കേരളത്തിൻ്റെ ജനനായകൻ പ്രിയപ്പെട്ട കേരള സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളുമായി നിങ്ങൾക്കായി അല്പനേരം സംസാരിക്കാൻ വേണ്ടിയാണ്. CPM-ൻ്റെ അനിഷേധ്യ നേതാവെന്ന നിലയ്ക്ക് ലോകം അറിയപ്പെടുന്ന ഒരു നേതാവ്. പക്ഷെ പിണറായി വിജയൻ എന്ന വ്യക്തി അതിലപ്പുറം പലതാണ്. നമ്മൾ പലർക്കും അറിയാത്ത ഒരു മഹാ വ്യക്തിത്വം. സ്കൂളിൽ പഠിക്കുമ്പോൾ അന്യായമായ കടത്തുകൂലി വർധനയ്ക്കെതിരെ ഒറ്റയാൽ പ്രതിഷേധം നടത്തിയ വിപ്ലവകാരിയുടെ അധികം ആർക്കും അറിയാത്ത ചില വശങ്ങളുണ്ട്. ആക്ഷൻ സിനിമകൾ, സ്റ്റണ്ട് സിനിമകൾ ഇഷ്ടപ്പെടുന്നൊരു സഹൃദയൻ. രാമായണം വായിച്ചു കേട്ട് ഭൂതപ്രേതാദികളിലുള്ള അന്ധവിശ്വാസം മാറ്റിയെടുത്ത ഒരു ബാല്യം. അമ്മയുമായി സവിശേഷമായ ഒരടുപ്പം പുലർത്തിയ മകൻ. കാർക്കശ്യത്തിൻ്റെ പുറന്തോടിന് പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ഫലിതപ്രിയനായ ഒരു ആസ്വാദകൻ. അങ്ങനെ കേരളത്തിൻ്റെ പിണറായി സഖാവിനെ പറ്റി നാം അറിയാത്ത പലതും എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കണമെന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി. അതിനു മുമ്പേ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അവർകളെ ഈ അഭിമുഖത്തിലേക്ക് ഔപചാരികമായി ഞാൻ സ്വാഗതം ചെയ്യട്ടെ. നമസ്കാരം സർ. നമസ്കാരം. ഇങ്ങനൊരു അഭിമുഖം എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ത്രില്ലിലും എന്നാൽ സംഘർഷത്തിലുമാണ് ഞാൻ. അഭിനേതാവായാണ് ഞാൻ സാധാരണ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. ഇപ്പോൾ അങ്ങേ അഭിമുഖം ചെയ്യുക എന്ന ദൗത്യവുമായി ക്യാമറയ്ക്ക് മുന്നിലിരിക്കുമ്പോൾ എനിക്കും അതേറെ പുതുമയുള്ള ഒരു അനുഭവമായി മാറുകയാണ്. അങ്ങേപ്പോലെ ഒരു മഹാനേതാവിനെ അഭിമുഖീകരിക്കുമ്പോൾ എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നാലോചിക്കുന്നതിനിടയിലാണ് ഞാൻ അങ്ങേ ആദ്യം കണ്ടത് എന്നോർത്ത് നോക്കിയത്. കേരളത്തിലെ ഏതൊരു സാധാരണക്കാരനെയും പോലെ വർഷങ്ങൾക്കിടെ നിരവധി തവണ ഞാൻ അങ്ങേ നേരിട്ടും അല്ലാതെയും കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ആദ്യം കണ്ടത് എന്നാണെന്ന് സ്വാഭാവികമായി എനിക്ക് ഓർത്തെടുക്കാനായില്ല. എന്തായാലും ഒരു 30 വർഷത്തെ ബന്ധമെങ്കിലും ഉണ്ടാകും. പക്ഷെ അവസാനം കാണുന്നത് ഇപ്പോഴാണ്, അതെനിക്കറിയാം. സാർ, നമുക്ക് വളരെ ലഘുവായ രീതിയിൽ നമുക്ക് ഈ അഭിമുഖം അല്ലെങ്കിൽ അഭിമുഖ സംഭാഷണം തുടങ്ങാം. ഞാനൊരു പാട്ടിൻ്റെ 4 വരി പാടാം. അതിൻ്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഇത് ഞാൻ അങ്ങേക്ക് നൽകുന്ന ഒരു ആദരമാണ്. പാടട്ടെ. കേരളം കേരളം കേളി കൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാം എൻ കേരളം. എൻ്റെ കേരളം, അങ്ങയുടെ കേരളം, നമ്മുടെ കേരളം. കുട്ടിക്കാലത്ത് ഏറ്റവും സന്തോഷകരവും സങ്കടകരവുമായ ചില സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, അങ്ങേക്കും ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ അവയൊക്കെ അങ്ങയുടെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചിരിക്കുന്നത്? അതിൽ വലിയ തണലായിട്ട് അമ്മ തന്നെയാണ് ഉണ്ടായത് എല്ലാ കാര്യത്തിലും. സാധാരണ നിനക്ക് നല്ല കരുതലോടെ എന്നെ വളർത്തുന്നതിൽ അമ്മ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തിന് അന്നത്തെ കാലം എല്ലാവരും പഠിക്കുന്ന കാലമല്ലായിരുന്നു. പിന്നെ പഠനം തുടരണമെന്നും ആഗ്രഹിക്കുന്ന കാലമല്ല. ഒരു 5ാം തരം ആവുമ്പോൾ പഠനം അവസാനിപ്പിക്കുക. അന്ന് നാട്ടിൽ ധാരാളം ഉള്ളത് ബീഡി കെട്ടാൻ, ബീഡി തൊഴിലിന് പോവാം. ബീഡി കെട്ടാൻ പോകും. കുട്ടികൾ പോയിട്ട് ബീഡി ഇങ്ങനെ കെട്ടിക്കൊടുക്കും, നൂല് കെട്ടി.
അതിന് പിന്നെ ഈ ചെന്നൈ ആൾക്കാർ പറഞ്ഞ് കുട്ടി പഠിക്കട്ടെ. അപ്പം അതറിഞ്ഞിട്ട് സ്കൂളിലെ പ്രധാന അധ്യാപകനും മാനേജറുമായിട്ടുള്ള അദ്ദേഹം അമ്മയോട് പറഞ്ഞു, അവനെ ഇപ്പം അതിനൊന്നും വിടരുത്, അവിടെ പഠിപ്പിക്കുക വേണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് LP സ്കൂൾ കഴിഞ്ഞിട്ട് UP സ്കൂളിൽ ചേരുന്നത്. UP സ്കൂളിൽ ചേർന്നപ്പോൾ ഒരു പ്രധാന കാര്യമുണ്ടായി. അവിടെ ഒരു മലയാളം അധ്യാപകൻ, മലയാളം വിദ്വാൻ, മുൻഷി എന്നാണ് നമ്മൾ സാധാരണ പറയും, മുൻഷി മാഷ്. അദ്ദേഹം എന്നോടൊരു ദിവസം ചോദിച്ചു, നിന്റെ നക്ഷത്രത്താ? അപ്പോൾ അന്ന് എനിക്കറിയാവുന്ന നക്ഷത്രം ഞാൻ പറഞ്ഞു കൊടുത്തു. ഇതായിരിക്കില്ല എന്ന് അദ്ദേഹം എന്നോട് പറയാണ്, നിന്റെ അമ്മയോട് വരാൻ പറയണമെന്ന്. അങ്ങനെ അമ്മ ചെന്നു. അപ്പോൾ അത് തന്നെ ഒരു നാട്ടിൽ വാർത്തയായി, മുൻഷി മാഷ് അമ്മയെ വിളിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത. അങ്ങനെ ചെന്നപ്പോൾ എപ്പോഴായിരുന്നു പ്രസവിച്ചത്, ഏതാ സമയം എന്നൊക്കെ ചോദിച്ചു. ആ കാലത്ത് വലിയ കൃത്യതയില്ല, ഉച്ചയ്ക്ക് ശേഷമാണ് എന്ന് മാത്രമേ അമ്മയ്ക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ നക്ഷത്രം ഉച്ചയോടുകൂടി അവസാനിച്ചിരിക്കുന്നു, പിന്നെ പുതിയ നക്ഷത്രമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണ് ഇവൻ്റെ നക്ഷത്രം, ഞാൻ ജാതകം എഴുതി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എഴുതി തന്ന ജാതകം അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു ഒരു ദീർഘകാലം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇവൻ എവിടെയാണോ തോക്കുന്നത് അവിടം വരെ പഠിപ്പിക്കണം, തോറ്റാൽ നിർത്തിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പഠനം തുറന്നു പോകുന്നതിന് ഇടയാകുന്നത്. ESLC ഉണ്ടായിരുന്നു, 8ാം തരത്തിൽ ESLC എന്ന് പറയുന്ന പബ്ലിക് എക്സാമിനേഷൻ. അതിൽ ഞങ്ങൾ 3 കുട്ടികളായിരുന്നു അവിടെ നിന്ന് പാസ്സായത്. പഠനത്തിന് പിന്നെ മറ്റ് പിന്തുണയൊന്നും ഇല്ലല്ലോ, നമ്മൾ തന്നെ വായിക്കുന്നെങ്കിൽ വായിക്കുക എന്നുള്ളതേ ഉള്ളൂ. വീട്ടിലെ സഹായമില്ല, അയൽവക്കങ്ങളുടെ സഹായം കിട്ടാനില്ല. കാരണം ആരും അങ്ങനെ പഠനമായിട്ട് ബന്ധപ്പെട്ടവർ ഇന്നത്തെ സമൂഹത്തിനെ പോലെയല്ല. അപ്പം അതിലൊക്കെ പക്ഷേ വലിയ സ്നേഹസമ്പന്നരാണ് എല്ലാവരും, എല്ലാ കാര്യങ്ങളിലും നല്ല സ്നേഹമാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഏതാണ്ട് സാറിന് 30 വർഷം മുമ്പായിരിക്കാം കാണുന്നത്. അന്നും ഇന്നും അങ്ങയുടെ പെരുമാറ്റത്തിലോ രൂപഭാവാദികളിലോ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നതാണ്. അത് എങ്ങനെയാണ് സാധിച്ചെടുക്കുന്നത്? കാര്യം ഒരുപക്ഷെ അങ്ങ് പാർട്ടി പ്രവർത്തകനായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മന്ത്രിയായതും പിന്നെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴെല്ലാം അങ്ങയുടെ ഇടപെടൽ ഒരുപോലെ തന്നെയാണ്. എല്ലാം ഒരു കരുതലുള്ളതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യും. സാധാരണ മനുഷ്യരുടെ കാലം ചെല്ലുമ്പോൾ അവരുടെ പദവികൾക്കും വളർച്ചയ്ക്കും ഒത്ത് പല മാറ്റങ്ങളും കാണാറുണ്ട്. പക്ഷെ അങ്ങയിൽ ഞാനിതൊന്നും കണ്ടിട്ടില്ല എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. ഒന്ന് നമ്മൾ കാണുന്നത്, നമ്മൾ ഏത് സ്ഥാനത്തിരിക്കുന്നതായാലും അതൊരു പ്രത്യേക നിയോഗത്തിൻ്റെ ഭാഗമാണെന്ന് കാണേണ്ടതേ ഉള്ളൂ. എപ്പോഴും അവിടെ നിന്ന് മാറേണ്ടതായിട്ട് വരാം. ആ ഒരു ധാരണ നമ്മുടെ ഉള്ളിലുണ്ടാവണം. ആ മാറ്റത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അന്ന് ഇപ്പോൾ മാറണം എന്ന് പറഞ്ഞാൽ ആ മാറുമ്പോൾ ഒരു പ്രയാസവും ഉണ്ടാകരുത്. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഞാൻ വൈദ്യുതി മന്ത്രിയായിട്ടാണല്ലോ മന്ത്രിസഭ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾ ചെറിയ മക്കളാണെന്ന്. വൈദ്യുതി മന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് ഇവിടെ തന്നെയായിരുന്നു, ഇൻഡസ്ട്രി ആയിരുന്നു. നേരെ നിങ്ങൾ വന്നിട്ടുണ്ട്, ഞാൻ താമസിച്ച വാടക വീട്ടിൽ, ആ വാടക വീട്ടിലേക്ക് മാറി. ഒരു പ്രയാസവും കുട്ടികൾക്ക് പോലും ഉണ്ടായില്ല. നല്ല എന്താണോ, അപ്പം നമ്മൾ എന്താണോ ഉള്ളത് അതുകൊണ്ട് ജീവിക്കാനും അതിൽ സന്തോഷിക്കാനും അതിൻ്റെ ഭാഗമായി മാറാനും കഴിയണം. എനിക്ക് അങ്ങനെയൊരു നിലയാണ് എപ്പോഴും ഉള്ളത്. ഒരു വല്ലാതെ എന്തെങ്കിലും മോഹിക്കുന്ന കാര്യമില്ല. അതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും സംതൃപ്തനാണ് ഞാൻ. വായന പഠിച്ചതിന് ശേഷം രാമായണം, കൃഷ്ണപ്പാട്ട്, ഭാരതം അങ്ങനെയൊക്കെയുള്ളത് അമ്മയ്ക്ക് വായിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ വായനയിലൂടെ അന്ന് എന്നിലേക്ക് വന്നിട്ടുള്ള ചില ആശയങ്ങളുണ്ടാകും. അതെന്നെ സ്വാധീനിച്ചിട്ടുണ്ടാകും എന്നാണ് തോന്നുന്നത്. ഒരു സന്യാസ ജീവിതത്തിൻ്റെ ചില അംശങ്ങൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകാനിടയുണ്ടാവും. അതുകൊണ്ടായിരിക്കാം വലിയ മറ്റു മോഹങ്ങൾ അധികം ഇല്ലാതെ വരുന്നത്. വലിയ കർക്കശക്കാരൻ എന്നൊരു പേരുണ്ടത്. അല്ല, അതുകൊണ്ട് ചോദിച്ചാണ്. പക്ഷെ അപ്പൊ എൻ്റെ കണ്ടെത്തലുകൾ ശരിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
സാറ് സ്കൂൾ ആ സമയത്തൊക്കെ അല്ലെങ്കിൽ കോളേജിലൊക്കെ നാടകങ്ങളിലും വല്ലതും അഭിനയിച്ചിട്ടുണ്ടോ? നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കഥാപ്രസംഗം നടത്തിയിട്ടുണ്ട്. ആണോ? UP സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നോടൊരു മാഷ് പറഞ്ഞ് കഥാപുസ്തകം നടത്തണം. അങ്ങനെ ഞാനൊരു കഥാപുസ്തകം നടത്തിയിട്ടുണ്ട്. അതിൽ പാട്ടുകളൊക്കെ പാടണ്ടേ? പാടണം, പാട്ടൊക്കെ പാടിട്ടുണ്ട്. നമുക്കൊരു പാട്ട് പാടണേ, പിന്നെ അത് ഇരിക്കട്ടെ. അതെ അതെ. അതായത് പിണറായി വിജയൻ എന്നാൽ വലിയൊരു കടുപ്പക്കാരനാണ്, ചിരിക്കാത്ത ആളാണ് എന്നൊരു ധാരണ പുറത്തുണ്ട്. എന്നാൽ അടുത്ത് പരിചയമുള്ളവർക്ക് നേരെ മറിച്ചുള്ള അഭിപ്രായമാണ്. ഈ പ്രകൃതം സ്വയം എടുത്തണിഞ്ഞതാണോ, അതോ ഈ കടുപ്പക്കാരനെന്ന ഇമേജ് മാറ്റണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അതോ ആളുകൾ തന്നെ അത് തിരിച്ചറിയട്ടെ എന്നാണോ നിലപാട്? അത് ബ്രാൻഡ് ചെയ്യപ്പെടുന്നതാണ്. കാരണം ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകൻ, പ്രത്യേകിച്ച് CPM-ന്റെ ഒരു പ്രധാനി എന്നൊക്കെയുള്ള നിലയിൽ വരുമ്പോൾ അതിലൊരു സാധാരണയിൽ നിന്നൊരു വ്യത്യസ്തനാണ് എന്ന് കാണിക്കൽ നമ്മുടെ ചില ആളുകൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു മനുഷ്യന് പല ഭാവങ്ങളുണ്ടാവുമല്ലോ, അതിലേതെങ്കിലും ക്ഷോഭിച്ച ഭാഗമുണ്ടെങ്കിൽ അതായിരിക്കും കൊടുക്കുന്ന ചിത്രങ്ങൾ. അപ്പോൾ മറ്റ് സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അവരെ കയ്യിലുണ്ടാവും, പക്ഷെ അത് കൊടുക്കേണ്ടതില്ല എന്ന് അവർ വെക്കും. ഞാൻ പിന്നെ എന്നെപ്പറ്റി വരുന്ന വാർത്തകളിൽ അധികം അങ്ങനെ വ്യാകുലപ്പെടാറില്ല. അങ്ങേക്ക് പാചകം ഇഷ്ടമാണോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങ് അടുക്കളയിൽ കയറിയിട്ടുണ്ടോ? പാചകം ഒരു കലയാണ്. ആ കലയിൽ ഞാൻ അത്ര വിദഗ്ധനല്ല, പക്ഷേ ഇടയ്ക്ക് ഞാൻ ചായ ഉണ്ടാക്കുമായിരുന്നു. നേരത്തെ ചായ കുടിക്കുന്ന കാലത്ത് അത് ശീലിച്ചിരുന്നു. അതിനപ്പുറത്ത് ഇല്ല, ഒന്നിലേക്ക് കടക്കാൻ എനിക്ക് ധൈര്യം കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണം എന്താണ്? ഞാൻ സാധാരണ പിന്നെ ഏത് ഭക്ഷണവും കഴിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ചില നിയന്ത്രണങ്ങൾ ഞാൻ തന്നെ വെക്കാറുണ്ട്. ഇന്ന് ചിലതേ കഴിക്കൂ, ചിലത് കഴിക്കില്ല എന്നൊക്കെ ഉള്ളത്. എന്നാൽ ഒരു ഭക്ഷണത്തോടും അപ്രിയമില്ല. അമ്മയെപ്പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചു. അമ്മ എന്നത് ഒരു കൺകണ്ട ദൈവമാണ്. അങ്ങയുടെ അമ്മയെപ്പറ്റി, ആ ആത്മബന്ധത്തെപ്പറ്റി അങ്ങേക്ക് എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? അമ്മയുടെ വേർപിരിയലാണ് പറയാനുള്ളൊരു ഭാഗം. അതായത് അന്ന് ഞാൻ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ട് ഫുള്ളായിട്ട് ഇവിടെ നിൽക്കുന്ന സമയം. അപ്പോൾ ഒരു ദിവസം, എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് സംസാരിക്കും. ഒരു ദിവസം ഭാര്യ വിളിച്ചപ്പോൾ ചെറിയ സംസാരത്തിലൊരു വ്യത്യാസം പോലെ തോന്നി. അത് അമ്മയുടെ പിന്നെ ആരോഗ്യസ്ഥിതി പറയുമായിരുന്നു. നല്ല അവശതയുണ്ടായിരുന്നു അപ്പോൾ. മറ്റൊന്നും പറഞ്ഞില്ല, പക്ഷെ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ കാലത്ത് ചടയം ഗോവിന്ദനാണ് സെക്രട്ടറി. അപ്പം ഞാൻ പറഞ്ഞ് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ വൈകുന്നേരം വീട്ടിലേക്ക് പോയി. രാവിലെ അവിടെ എത്തി. വീട്ടിലെത്തി. അപ്പോൾ അമ്മ അവിടെ കിടന്നിട്ടുണ്ട്. അവിടെ നിന്ന് എഴുന്നേറ്റിരുത്തി എൻ്റെ ദേഹത്തിങ്ങനെ ചാരിയിരുന്ന് ലേശം വെള്ളം കൊടുത്തു. ആ വെള്ളം കുടിച്ചു. അവിടെ കഴിഞ്ഞു. വേണ്ടി കാത്തിരിക്കുകയാണ്. അതെ അതെ. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. അത് കഴിഞ്ഞിട്ട് എനിക്കറിയാം അമ്മ ഏത് നിമിഷവും മരണപ്പെടും എന്നൊക്കെ നമുക്കറിയാലോ. പക്ഷെ ഞാനും വൈഫും മാത്രമേ ആ സമയത്തുള്ളൂ, മറ്റാരുമില്ല. അപ്പൊ ഞാൻ പുറത്തിറങ്ങിയിട്ട് ആളോട് പറയണമല്ലോ. പുറത്തിറങ്ങി ഒരാൾ മുമ്പിൽ വന്ന് വിട്ടു, ഒരു നാണു എന്ന് പറയുന്നയാൾ. പക്ഷെ ഒരക്ഷരം വാക്കിങ്ങോട്ട് വരുന്നില്ല, പറയാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി അതങ്ങനെയൊരു എന്തായിരുന്നു. അങ്ങേക്ക് ജീവിതത്തിൽ എന്തിനെങ്കിലും ഭയമുണ്ടോ? ഭയം എന്നത് ആ തരത്തിലില്ല. പക്ഷെ പൊതുവിൽ ഞാൻ പാർട്ടിക്ക് കീഴ്പ്പെട്ടു പോകുന്ന ഒരാളാണ്. പാർട്ടി ആഗ്രഹിക്കുന്ന പൊതുവായ നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ അണുകിട വ്യത്യാസം വരരുതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ ഭയന്ന് ഞാൻ ജീവിക്കുകയാണ്. അങ്ങനെയൊരു ഭയമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റ് തരത്തിലുള്ള ഭയം എന്നെ അധികം ബാധിക്കാറില്ല. അടിയന്തരാവസ്ഥ കാലത്ത് നേരിടേണ്ടി വന്ന ക്രൂരമായ പോലീസ് മർദ്ദനം, ലോക്കപ്പിലെ ആ ഭീകരമായ രാത്രികൾ, പിന്നീട് ജയിൽവാസം, ഇതെല്ലാം ശേഷം ആ ചോര പുരണ്ട ഷർട്ട് ഉയർത്തിപ്പിടിച്ച് നിയമസഭയിൽ അങ്ങ് നടത്തിയ പ്രസംഗം ചരിത്ര പ്രസിദ്ധമാണ്. ആ ഷർട്ട് അന്ന് അങ്ങ് ഇന്ന് സൂക്ഷിക്കുന്നുണ്ടോ? ഇപ്പം എൻ്റെ കയ്യിലില്ല. ഇപ്പം എൻ്റെ കയ്യിലില്ല. പക്ഷെ അതുവരെ ഞാൻ സൂക്ഷിച്ചിരുന്നു. അത്
അതൊക്കെ ഒരു പ്രത്യേക അനുഭവത്തിലുള്ളതാണല്ലോ. നമ്മളെ ലോക്കപ്പിൽ ഞാനന്ന് ചെറുപ്പമാണ്, അതുകൊണ്ട് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്ന് പറയാം. പക്ഷേ നമ്മുടെ അടിച്ച് തോല് പൊളിക്കുക എന്ന് പറയുന്നില്ലേ, എൻ്റെ ഈ ശരീരത്തിൻ്റെ തൊലി പൊളിഞ്ഞു പോയിരുന്നു. ഈ അടി കൊണ്ടിട്ട് നീര് കെട്ടിയിട്ട് അതിൻ്റെ ആ തൊലി പോയിട്ട് വേറെ തൊലി വന്നിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് അത്തരത്തിലുള്ളതായിരുന്നു തൊലി. പിന്നെ ഈ ഒരു മിന്നലിങ്ങനെ വരും. ഈ അടി ഈ ഭാഗത്തൊക്കെ കൊണ്ടാൽ കണ്ണിൽ ഒരു മിന്നുന്ന പോലെ തോന്നും. അങ്ങനെയൊക്കെയുള്ള തല്ലായിരുന്നു അത്. അങ്ങ് നേരത്തെ പറഞ്ഞൊരു കാര്യമാണെങ്കിലും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇന്ന് നേരിടുന്ന ഒരു ദുരവസ്ഥ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും വ്യാജ ആരോപണങ്ങളും നേരിടേണ്ടി വരുന്നു എന്നതാണ്. അത് രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, കലാരംഗത്തും ഒക്കെ ഉണ്ട്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളെ അങ്ങ് ഒരുപാട് നേരിട്ടിട്ടുമുണ്ട്. ഇങ്ങനെ പതരാതെ നേരിടാൻ പ്രാപ്തനാക്കിയത് അങ്ങയുടെ രാഷ്ട്രീയ പശ്ചാത്തലമാണോ, അത് മറ്റു ജീവിതാനുഭവങ്ങളാണോ? അത് നമ്മുടെ മനസ്സെപ്പോഴും ക്ലീൻ ആയിരിക്കണം. നമ്മുടെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാകരുത്. നിങ്ങളൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ ആ ആരോപണത്തിൻ്റെ ഭാഗമായുള്ള എന്തെങ്കിലും ഒരു അംശത്തിൻ്റെ പങ്കാളിത്തം നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു കുറ്റബോധം വരും. ഒന്നുമില്ലാത്തൊരു കാര്യം പറഞ്ഞു കേൾക്കുമ്പോൾ അതിനൊരു ചിരിയോടെ നേരിടാൻ നമുക്ക് സാധിക്കും. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ വലിയ തെറ്റായ ധാരണകൾ നിലനിൽക്കുന്നുണ്ട് നമ്മൾ കാണണം. ഇപ്പോൾ ഒരു അനുഭവം ഞാൻ പറഞ്ഞാൽ, മുൻപ് അന്ന് ഞാൻ മന്ത്രിയൊന്നുമല്ല, ഞാൻ പിന്നെ പാർട്ടിയുടെ ഒരു പ്രധാനിയായിട്ട് നിൽക്കുന്ന കാലമാണ്. അങ്ങനെ ഒരാൾക്ക് ഒരു ട്രാൻസ്ഫർ വേണം. ഒരാളുടെ മകനാണ്, പാവപ്പെട്ടൊരു മനുഷ്യനാണ്. അയാൾ എൻ്റെ അടുത്ത് വന്നു. ഞാനത് ബന്ധപ്പെട്ട ആളെടുത്ത് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇടയ്ക്ക് നാട്ടിൽ ചെല്ലുമ്പോഴാണ് ഇത് വരുന്നത്. ഇദ്ദേഹമാണെങ്കിൽ ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. എനിക്ക് വീട്ടിലെത്താൻ വേണ്ടി ചിലപ്പോൾ പുഴ കടന്നു പോകണം. ഇപ്പോൾ രാത്രി ചിലപ്പോൾ 11 മണി അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ ഇദ്ദേഹത്തെ പോയി വിളിച്ചിട്ട്, ഇദ്ദേഹമാണ് തോണി എന്നാണ് നമ്മൾ പറയുക, വഞ്ചിക്ക്, ആ തോണിയിൽ ഇങ്ങോട്ട് കടത്തുന്നത്. അങ്ങനെ ബന്ധമുള്ള ഒരാളാണ്. ചെറുപ്പം മുതലേ എന്നെ അറിയുന്ന ആളാണ്. പക്ഷേ ഒരു 2-3 തവണ ഇദ്ദേഹം വന്നതിന് ശേഷം ഒരു ദിവസം എന്നോട് പറയുകയാണ്, ഇല്ല ഞാൻ എന്തെങ്കിലും വേറെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യാം എന്ന് പറയും. അപ്പൊ എനിക്കത് പെട്ടെന്ന് എനിക്ക് മറ്റൊരു തോന്നലും ഉണ്ടാകുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യാനാണ്, ഇതിൻ്റെ അകത്ത് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല ഞാൻ മറ്റെന്തെങ്കിലും വീണ്ടും പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയമായി. എന്താ നിങ്ങൾ പൈസയായിട്ടാണോ ഉദ്ദേശിക്കുന്നത് ചോദിച്ചേ? അതെ. അപ്പൊ ഞാൻ കുറെ കൂടി മാറ്റാം. ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ നിർത്താം, എഴുന്നേറ്റുള്ളത് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അതത്രയും ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നുള്ളൂ, മറ്റൊന്നും നിങ്ങളായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നിങ്ങളിപ്പോൾ ഇറങ്ങിക്കോളൂ. അപ്പോൾ പിന്നെ അദ്ദേഹം പോയി അവിടെയുള്ള ആൾക്കാരോട് ഞാനൊക്കിങ്ങനെ അബദ്ധം പറ്റിപ്പോയി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ. എനിക്ക് പിന്നെയും വിരോധമില്ല. പിന്നെ ആ പാവത്തിൻ്റെ മകന് പിന്നെ ട്രാൻസ്ഫർ കിട്ടുകയും ചെയ്തു. ഒരു കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിലൊരു ധാരണ. ഇത് ഇങ്ങനെ നമ്മളെ ചെറുപ്പത്തിലെ അറിയുന്ന ആൾക്ക് പോലും ഇങ്ങനെ തോന്നുകയാണ്, ഇങ്ങനെ ചെയ്യാൻ പറ്റൂലേ. അത് നാടിൻ്റെ ഒരു രീതിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ നിൽക്കാൻ അന്നും കഴിഞ്ഞിട്ടുണ്ട്, ഇന്നും കഴിയുന്നുണ്ട്, നാളെയും അതിന് മാറ്റം വരില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പൂർണ്ണ ബോധ്യം. സംഭവ ബഹുലമായ ജീവിതമാണ് അങ്ങ് കടന്നു പോകുന്നത്. എപ്പോഴെങ്കിലും തളർന്നു പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഒരു ഘട്ടത്തിലും അങ്ങനെ തളർന്നു പോയിട്ടില്ല. കാരണം തളരാൻ വേണ്ടിയുള്ള തളർത്താൻ വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഘട്ടത്തിലൊക്കെ എൻ്റെ വിശ്വാസം പാർട്ടിയിലാണല്ലോ, പാർട്ടിയോടാണല്ലോ എൻ്റെ ഏറ്റവും വലിയ കൂറ്. അപ്പോൾ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് ഒരു കരുത്തോടെ നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രളയവും കോവിഡും പോലുള്ള മഹാദുരന്തങ്ങൾ വന്നപ്പോൾ കേരളം ശ്രദ്ധിച്ചത് അങ്ങയുടെ വാക്കുകൾ ആയിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. ഉള്ളിൽ ആധികമായി കഴിഞ്ഞ ജനങ്ങളിൽ ഇത്രയധികം ആത്മവിശ്വാസം പകരാൻ അങ്ങേക്ക് കഴിഞ്ഞത് എങ്ങനെയാണ്? ഇത് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനൊന്നും എനിക്ക് ഉത്തരം പറയാൻ കഴിയുന്ന കാര്യമല്ല. എന്നിൽ പ്രത്യേകമായ എന്തെങ്കിലും ഒരു കഴിവ് അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാനൊരു സാധാരണക്കാരൻ, ഒരു സാധാരണ നിലയിൽ ഉള്ളൊരു ആളെന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ മറ്റു തരത്തിലെടുത്താൽ പല
സമുന്നത വ്യക്തികൾക്കുള്ള തരത്തിലുള്ള വലിയ ഉയർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ ഭൗതിക ശേഷി അതൊന്നുമില്ല ഒരാളല്ല ഞാൻ. ഒരു സാധാരണക്കാരനെന്ന മട്ടിൽ ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ ഞാൻ എപ്പോഴും പ്രായോഗികമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ വിഷമം അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് എല്ലാ കാലത്തും സ്വീകരിച്ചു വന്നിട്ടുള്ളൊരു നില. സാധാരണക്കാരനായി നിൽക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല സാർ. അത് അങ്ങേക്ക് സാധിച്ചു എന്നാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ജനങ്ങളുടെ കൂടെ നിൽക്കുക, ജനങ്ങളോട് പറയുക. അപ്പോൾ അത് ജനങ്ങൾ നല്ല നിലക്ക് എടുത്തല്ലോ. എത്ര നല്ല മനസ്സോടെയാണ് സ്വീകരിച്ചത്. കുട്ടികളുമായിട്ട് നടത്തിയൊരു മുഖാമുഖം പരിപാടിയിൽ ഞാനത് കാണുകയുണ്ടായി. അങ്ങയുടെ കുട്ടിക്കാലത്തെ കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ആ അനുഭവം പിണറായി വിജയൻ എന്ന വ്യക്തിയെയും രാഷ്ട്രീയ പ്രവർത്തകനെയും രൂപീകരിക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്? തീർച്ചയായും അത് അന്നും ആ വിഷമഘട്ടത്തിലും ഒരു വലിയ അഭിമാനബോധം നിലനിർത്താൻ കഴിഞ്ഞിരുന്നു. അത് ആരുടെയും മുമ്പിൽ കൈനീട്ടാതിരിക്കുക, തെറ്റായ ഒരു കാര്യവും ചെയ്യാതിരിക്കുക, അങ്ങനെയൊരു നിലപാട് അന്നേ സ്വീകരിച്ചിരുന്നു. രാഷ്ട്രീയം കഴിഞ്ഞാൽ അങ്ങേക്ക് ഇഷ്ടമുള്ള മേഖലകൾ ഏതൊക്കെയാണ്? രാഷ്ട്രീയമാണല്ലോ ഫുള്ള്. അതേസമയം മറ്റ് കലാപരിപാടികളൊക്കെ കാണുന്നതിന് എനിക്ക് വേറെ വിഷമമൊന്നുമില്ല. അതൊക്കെ ഞാൻ സാധാരണ കാണാറുണ്ട്, നല്ല രീതിയിൽ ആസ്വദിക്കാറുണ്ട്. പിണറായിയിൽ ജനിച്ച വിജയൻ സഖാവ് എന്നല്ലാതെ വീട്ടുകാരും ബന്ധുക്കളും മാത്രം വിളിക്കുന്ന എന്തെങ്കിലും വിളിപ്പേര് ഉണ്ടായിരുന്നോ? അല്ല, നേരത്തെ ഇല്ല. പക്ഷെ എനിക്കൊരു പേര് എൻ്റെ ഒരു അധ്യാപകൻ ഇട്ടിരുന്നു. അന്നത്തെ അധ്യാപകർ വളരെ പ്രത്യേകതയാണല്ലോ, കുട്ടികളെ വല്ലാതെ ഉൾക്കൊള്ളുന്നവരാണ്. അതെ, അല്ല ഇന്നും അധ്യാപകർ അങ്ങനെ തന്നെ. അപ്പോ അദ്ദേഹം ഇട്ട പേര് മുഖ്യസ്ഥൻ. അത് ശരി. അപ്പൊ അതൊരു തിരിപ്പേരായിട്ട് ചിലർ വിളിക്കുമായിരുന്നു, മുഖ്യസ്ഥൻ എന്ന് വിളിക്കുമായിരുന്നു. ഇപ്പം സ്കൂൾ കാലത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കാണ്, പിണറായിയിലെ വീട്ടുമുറ്റത്ത് ഓടിക്കളിച്ചിരുന്ന വിജയൻ എന്ന ബാലന് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളൊരു വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഇപ്പോഴും ഗ്രാമീണമായിട്ടുള്ള പല സ്വഭാവങ്ങളും വെച്ച് പുലർത്തുന്ന ഒരാൾ, അതിൻ്റെ എല്ലാ പരിമിതികളോടും കൂടി ഇത്രയും ഉന്നതമായ സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞത് അത് എൻ്റെ പാർട്ടിയുടെ പിന്തുണ കൊണ്ടാണ്. പാർട്ടിയാണ് എന്നിൽ മുഴുവൻ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ആയി മാറാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഈ ഉന്നതമായ സ്ഥാനം വഹിക്കാൻ പ്രാപ്തനാണോ ഞാൻ എന്നത് എല്ലാ ഘട്ടത്തിലും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ നിർവഹിക്കാൻ കഴിയുന്നുണ്ടെന്നാണ് മറ്റുള്ളവരൊക്കെ പറയുന്നത്. ആ നിലക്ക് നിർവഹിക്കുക. അപ്പൊ നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാനുള്ള സമയമായി. ഒരു പാട്ടിനെ കുറിച്ച് പാടുന്നതിന് മുമ്പ് എനിക്കൊരു വലിയൊരാളെ കുറിച്ച് പറയാനുണ്ട്. റോബിൻ. ഞാൻ അങ്ങയുടെ വീട്ടിൽ വന്നപ്പോൾ കണ്ടതാണ്. അങ്ങേക്ക് റോബിൻ എന്ന വളർത്തുനായോടുള്ള സ്നേഹവും കരുതലും. അങ്ങ് ഭക്ഷണം കഴിച്ചിട്ട് റോബിന് അങ്ങേ കൈകൊണ്ട് തന്നെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങയുടെ ഈ മുഖം അധികം ആർക്കും അറിവുള്ളത് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങേക്ക് എല്ലാ വളർത്തു മൃഗങ്ങളെയും ഇഷ്ടമാണോ, അതോ കുഞ്ഞുനാളിൽ തുടങ്ങിയാണോ ഇത്, അതോ നായകളോട് മാത്രമാണോ ഇഷ്ടം? കാര്യം ഇത് റോബിന്റെ ഒരു അവകാശം പോലെയാണ് അങ്ങയുടെ കയ്യിൽ നിന്നൊരു ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അത് മൃഗങ്ങളോടും പക്ഷികളോടും ഒക്കെ നല്ല ബന്ധം നമ്മൾ പുലർത്തിയാൽ അവരതേ രീതിയിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കും. ഞാനിവിടെ നമ്മുടെ സഹായിയായിട്ടുള്ള മുരുകേഷനുണ്ട്. മുരുകേഷനോട് പറഞ്ഞു, ഇവിടെ കാക്കകൾ വരും, കാക്കക്ക് നീ ഭക്ഷണം കൊടുക്കണം. ഇപ്പൊ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു കാക്ക അവന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം എടുക്കും. അപ്പൊ കയ്യിൽ നിന്ന് അങ്ങനെ നേരിട്ട് കൊടുക്കണ്ടെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു, എറിഞ്ഞു കൊടുത്താൽ മതി. കാരണം എന്തെങ്കിലും രോഗം പകർന്നെങ്കിലും വിഷമാണല്ലോ. പക്ഷെ നേരെ കയ്യിൽ നിന്ന് എടുക്കുക ആ കാക്ക വന്നിട്ട്. അതാണ് ആ ബന്ധം എന്ന് പറയുന്നത്. സാർ, അപ്പൊ വളരെ സന്തോഷം. നമുക്കൊരു പാട്ടിലേക്ക് കടക്കാൻ. അങ്ങേക്ക് പാടാൻ സാധിച്ചില്ലെങ്കിൽ വരികൾ പറഞ്ഞാലും മതി. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പാട്ട് തന്നെയാകാം. അയ്യോ, ആയിക്കോട്ടെ. ഹൃദിസ്ഥമീശ്വരം തെക്ത പ്രതിഷ്ഠാം പ്രതിമാം ഭജയിൽ കരസ്ഥ പായസം തെക്ത കോപ്പരസ്ഥ ഗളം പിൻപേൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തിലാണ് ഈശ്വരൻ. ഹൃദിസ്ഥമീശ്വരം തെക്ത പ്രതിഷ്ഠാം പ്രതിമാം ഭജയിൽ. ഈ പ്രതിഷ്ഠയുടെ പിന്നിലേക്ക് പോകുന്നത്, വിഗ്രഹത്തിന്റെ പിന്നിലേക്ക് പോകുന്നത് കരസ്ഥ പായസം തെക്ത. ഇതിനകത്ത് പായസമുണ്ട്, പക്ഷെ ഇപ്പുറത്തൊരു തുള്ളി വെച്ചിട്ടുണ്ട്. അപ്പൊ കരസ്ഥ പായസം തെക്ത കോപ്പരസ്ഥ ഗളം പിൻപേൽ. ഇത് നക്കാൻ വേണ്ടി പുറപ്പെടും, ഇതാകെ ഇപ്പോൾ ചോർന്നു പോവുകയാണ്. അതാണ് അതെന്നെ ഹൈസ്കൂളിൽ
ഒരു മാഷ് പഠിപ്പിച്ചതാണ്, കേളം മാഷ് എന്ന് പറയുന്ന ഒരാൾ. ഒരുപാട് സന്തോഷം. അങ്ങേക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടോ, വേറെ എന്തെങ്കിലും? അല്ല, നിങ്ങൾ അങ്ങേ പോലൊരു മഹാനടൻ ഇങ്ങനെയും സമയമെടുത്ത് പിന്നെ ഇന്റർവ്യൂ ചെയ്യാൻ തയ്യാറായി എന്ന് പറയുന്നത് അതെ അതെ, ഒരു വലിയ സംഭവം തന്നെയാണ്. ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നെയാണ് അതിന്റെ പുറകിൽ. കാര്യം നമ്മുടെ നമ്മുടെ പരസ്പര സ്നേഹം ഇങ്ങനെ തുറന്നട്ടെ. ഇതേവരെ അതാരും അറിയില്ലായിരുന്നു, ഇങ്ങനെ അറിയട്ടെ. വളരെ സന്തോഷം. നന്ദി നന്ദി നന്ദി. ഇതോടുകൂടി ഈ ലക്കം മാധ്യമജാലകം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.